അലൈക്കും കൂട്ടുകാരെ. നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ നമ്മുടെ റൂഹിന് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു വാഹനം മാത്രമാണല്ലോ നമ്മുടെ ശരീരം. അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം. ഈ ദുനിയാവിൽ നമുക്ക് ഏത് നിമിഷവും അവസാനിക്കുന്ന ഒരു ദുനിയാവ് യാത്രയാണ് നമ്മുടേത്. അപ്പോൾ ഈ ദുനിയാവിൽ നമുക്ക് ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഇഹത്തിലും പരത്തിലും പരാജയപ്പെടാൻ അത് കാരണമാവും. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയില്ല, റസൂല് നമ്മളെ ഇഷ്ടപ്പെടുകയില്ല. നമ്മുടെ ആകെ നാശത്തിലേക്ക് നമ്മുടെ ജീവിതം പോകും. നമുക്ക് പടച്ച റബ്ബ് ഈ ദുനിയാവിൽ ചിലപ്പോൾ കുറച്ച് ഐശ്വര്യങ്ങൾ തരും, കുറച്ച് ഭംഗി, നമ്മളെ കാണുമ്പോഴുള്ള ഭംഗി കുറച്ച് തരും. അപ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ നമ്മൾ എത്തുമ്പോൾ അവരെക്കാളും ഗ്ലാമർ ഉണ്ടല്ലോ എന്നെ കാണാൻ എന്നുള്ള ഒരു ചെറിയൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ പോയി മനുഷ്യരെ. അവിടെ നമ്മുടെ മനസ്സിൽ കിബിർ എന്നൊരു അംശം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആകെ നശിച്ചു പോകും. മുത്ത് ഹബീബ് നമ്മളെ പഠിപ്പിച്ച് തന്നത് ഒരു കടുമണി തൂക്കം പോലും നമ്മുടെ ജീവിതത്തിൽ കിബിർ പാടില്ല എന്നാണ്. അതും അല്ല, മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ അവരെക്കാളും ഉയരത്തിലാണ്, അവരെക്കാളും വലിയ ആൾക്കാരാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കിബിറും അതുപോലെ പൊങ്ങച്ചവും ഉണ്ട് എന്നാണല്ലോ അർത്ഥം. മുത്ത് ഹബീബ് നമ്മളെ പഠിപ്പിച്ച രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരികയുമില്ല. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. പടച്ച റബ്ബേ, കിബിറിനെ തൊട്ട് നമ്മളെ കാക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ മനസ്സിൽ അസൂയ ഉണ്ടെങ്കിൽ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ അസൂയക്ക് എത്ര കഴിച്ചാലും മരുന്നില്ല. കഷണ്ടിക്ക് ഇപ്പോഴും മരുന്നൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, മുടിയൊക്കെ വെക്കുന്ന യന്ത്രങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ അല്ല, അസൂയക്ക് മരുന്നില്ല. അസൂയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഈ ദുനിയാവിലും നശിച്ചു പോവുകയുള്ളൂ. നമുക്ക് പടച്ച റബ്ബ് ഒന്നും തന്നെ തരുകയില്ല. നമ്മൾ എത്ര ദുആ ചെയ്താലും മറ്റുള്ളവർ നന്നാവുന്നതിൽ നമുക്ക് അസൂയ മനസ്സിൽ ഉണ്ടെങ്കിൽ നമ്മൾ നശിച്ചു പോകും. അസൂയ നമ്മുടെ മനസ്സിൽ പാടില്ല. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയില്ല. നമ്മളൊക്കെ മരിക്കേണ്ട ശരീരമല്ലേ? എന്തിനാണ് അസൂയ മനസ്സിൽ? എന്തിനാണ് കിബിർ? എന്തിനാണ് പൊങ്ങച്ചം? ഏത് നിമിഷവും നമ്മുടെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കിബിറും അസൂയയും പൊങ്ങച്ചൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി നമ്മൾ നല്ല മനസ്സോടുകൂടി ജീവിക്കുക. പടച്ച റബ്ബിനോട് നിരന്തരം ദുആ ചെയ്യുകയും ചെയ്യുക എല്ലാവരും. പടച്ച റബ്ബിനോട് നിങ്ങൾ പറയണം, അല്ലാഹ് കിബിറുള്ളതിൽ നിന്ന് തൊട്ട് എന്നെ നീ കാക്കണേ, അസൂയക്കാരിൽ നിന്ന് എന്നെ കാത്തു സംരക്ഷിക്കണേ എന്ന് നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മുടെ ദുആയ്ക്ക് പടച്ച റബ്ബ് ഉത്തരം തരുകയും ചെയ്യും. നമുക്ക് ഈമാനോടുകൂടി ജീവിക്കാനും മരിക്കാനുമുള്ള ആഫിയത്ത് പടച്ച റബ്ബ് നമുക്ക് തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാവരെയും പടച്ച റബ്ബ് ആഖിബത്ത് നന്നാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.